എല്ലാവർക്കും നമസ്കാരം. ഈ ബ്ലൗസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ കാണാത്തൊരു മെത്തേഡാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ സാധാരണ ഡീപ്പ് നെക്ക് കട്ട് ചെയ്യുമ്പോൾ ഷോൾഡറിൻ്റെ ഭാഗത്തു നിന്നാണ് 1.5 ഇഞ്ച് 2 ഇഞ്ചൊക്കെ കുറയ്ക്കൽ. ഇത് നേരെ തിരിച്ചാണ്. ഇത് നമ്മൾ ഫുൾ ഷോൾഡർ മാർക്ക് ചെയ്തതിന് ശേഷം ഷോൾഡർ സെൻറ്റർ സൈഡിൽ നിന്ന്, അതായത് ഫ്രണ്ട് സെൻറ്ററിൽ നിന്നും ബാക്ക് സെൻറ്ററിൽ നിന്നുമാണ് നമ്മളിതിനെ ഷോൾഡർ കുറയ്ക്കുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ഫുൾ ഷോൾഡർ വെച്ചതിന് ശേഷം വേണം ഇത് മാർക്ക് ചെയ്യാനും കട്ട് ചെയ്യാനും. അപ്പം അതുകൊണ്ട് ഇതിൽ പ്രത്യേകമായിട്ട് പറയുന്നത് നമ്മൾ ബസ്റ്റ് പോയിൻറ്റിലേക്കുള്ള മെഷർമെൻറ്റ്, അതുപോലെ തന്നെ ചെസ്റ്റ് പോയിൻറ്റിലേക്കുള്ള മെഷർമെൻറ്റും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കാനുണ്ട്. അതുകൊണ്ട് ഇത് സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണണം. പിന്നീട് ഷോൾഡർ ഡൗൺ ചെയ്യുന്നത് പ്രത്യേകതയുണ്ട്. അതുപോലെ ബസ്റ്റ് പോയിൻറ്റിൻ്റെ മെഷർമെൻറ്റ് വയ്ക്കുന്നതിൽ പ്രത്യേകതയുണ്ട്. ബാക്കിൽ ടെക്ക് മാർക്ക് ചെയ്യുന്നതിന് പ്രത്യേകതയുണ്ട്. ഇതെല്ലാം പ്രത്യേകം വളരെയധികം ശ്രദ്ധിച്ച് വീഡിയോ കാണണം. നമ്മൾ ഉദ്ദേശിക്കുന്ന അതുപോലെ അല്ല, നേരത്തെ കട്ട് ചെയ്തുകൊണ്ടിരുന്ന അതേ മെത്തേഡല്ല അതിന് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിച്ച് കാണുക. ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് ഈ പേപ്പർ കട്ടിംഗ് ആണ്. ഇത് പേപ്പറിൽ കട്ട് ചെയ്യാതെ നമുക്ക് തുണിയിൽ കട്ട് ചെയ്യാൻ പറ്റില്ല. ഈ മെത്തേഡിൻ്റെ പ്രത്യേകത അതാണ്. ആദ്യം പേപ്പറിനെ 90 ഡിഗ്രിയിൽ സ്ക്വയർ മാർക്ക് ചെയ്യുക. അതിന് ശേഷം ഷോൾഡർ ഡൗൺ ചെയ്യണം. ഷോൾഡർ ഡൗൺ ചെയ്യാന്ന് പറഞ്ഞാൽ ഇതിന് നമുക്ക് 1 ഇഞ്ചാണ് ഷോൾഡർ ഡൗൺ ചെയ്യുന്നത്. ഷോൾഡറിൻ്റെ 15 കൊണ്ട് ഹരിക്കുന്നതാണ് നമുക്ക് ഷോൾഡർ ഡൗൺ ചെയ്യാനുള്ള അളവ്. അപ്പോൾ 15 ഇഞ്ച് ഷോൾഡറാണ് ഇതിനുള്ളത്. 15 ഡിവൈഡഡ് ബൈ 15 ആകുമ്പോൾ 1 ഇഞ്ചാണ് നമുക്ക് ഷോൾഡർ ഡൗൺ കിട്ടുന്നത്. പിന്നെ നമുക്ക് ചെയ്യാനുള്ളത് ബസ്റ്റ് പോയിൻ്റാണ്. ബസ്റ്റ് പോയിൻ്റ് നമ്മൾ അളവ് എടുത്തിട്ടുണ്ടായിരിക്കും, ആ അളവ് വെച്ചാൽ മതി. ഈ ബ്ലൗസിൻ്റെ ബസ്റ്റ് പോയിൻ്റ് 10 ഇഞ്ചാണ്. അപ്പോൾ നമ്മൾ 10 ഇഞ്ചിലാണ് ബസ്റ്റ് പോയിൻ്റ് മാർക്ക് ചെയ്യുന്നത്. പിന്നെ നമ്മൾ മാർക്ക് ചെയ്യുന്നത് ലെങ്ത്താണ്. ലെങ്ത്ത് 15 ഇഞ്ചാണ് ഇതിൻ്റെ. പിന്നെ ഒരു പ്രത്യേകത എന്താണെന്ന് വിചാരിച്ചാൽ ഇത് പേപ്പർ കട്ടിങ് ആയതുകൊണ്ട് ഇതിനെവിടെയും മാർജിൻ നമ്മൾ കൊടുക്കുന്നില്ല. മാർജിൻ കൊടുക്കാതെയാണ് ഇത് കട്ട് ചെയ്യുന്നത്, മാർക്ക് ചെയ്യുന്നത്. അങ്ങനെ ഇത് കട്ട് ചെയ്തെടുത്തതിന് ശേഷം തുണിയിൽ വയ്ക്കുമ്പോഴാണ് നമ്മളിതിന് മാർജിൻ വെച്ച് കട്ട് ചെയ്യുന്നതും മാർക്ക് ചെയ്യുന്നതും. ഇത് കറക്റ്റ് സ്റ്റിച്ച് വരുന്ന ആ ലൈനാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഷോൾഡറിൻ്റെ അളവ് വയ്ക്കുന്നത് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഷോൾഡർ ഡിവൈഡഡ് ബൈ 15 നമുക്ക് ഷോൾഡർ ഡൗണിൻ്റെ കണക്ക്. ഇത് 15 ഇഞ്ച് ഷോൾഡർ ആയതുകൊണ്ട് നമ്മൾ 15 ഡിവൈഡഡ് ബൈ 15.
നമുക്കത് മാർക്ക് ചെയ്തു. ഇനി വയ്ക്കുന്നത് ബസ്റ്റ് പോയിൻ്റ്, ടെക്കിൻ്റെ പോയിൻ്റ്, ലെങ്ത്ത് 15 ഇഞ്ച് ലെങ്ത്ത് വെച്ചു, ബസ്റ്റ് പോയിൻ്റ് വെച്ചു. അത് സ്ട്രെയിറ്റ് മാർക്ക് ചെയ്യണം. ബാക്കിൻ്റെ കട്ടിംഗ് ആണിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ വീഡിയോയിൽ ബാക്കിൻ്റെ കട്ടിങ് മാത്രമേ കാണിക്കുന്നുള്ളൂ. കാരണം ഇത് കുറച്ച് നീണ്ട വീഡിയോ ആയതുകൊണ്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത്. മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് വീണ്ടും വീണ്ടും ഈ വരയ്ക്കുന്നത് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ബോറടിക്കരുത്. നിങ്ങൾക്ക് ഓർമ്മയിൽ നിൽക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി ചെയ്യാനുള്ളത് ഷോൾഡറിൻ്റെ അളവ് വയ്ക്കലാണ്. ഷോൾഡറിൻ്റെ അളവ് എന്ന് പറഞ്ഞാൽ ബാക്കിൽ ഫുൾ ഷോൾഡറാണ് വയ്ക്കേണ്ടത്. 15 ഇഞ്ചാണ് ഇതിൻ്റെ ഷോൾഡർ. അപ്പോൾ 15 ഇഞ്ചിൽ നിന്ന് അര ഇഞ്ച് മൈനസ് ചെയ്തിട്ട്, അതായത് 15ൻ്റെ പകുതി 7.5, 7.5യിൽ നിന്ന് അര ഇഞ്ച് മൈനസ് ചെയ്തിട്ട് 7 ഇഞ്ചാണ് നമുക്ക് ഷോൾഡർ വയ്ക്കേണ്ടത്. 7 ഇഞ്ച് ഷോൾഡർ. പിന്നെ നമുക്ക് സ്ട്രെയിറ്റ് ഒരു ബോക്സാണ് മാർക്ക് ചെയ്യേണ്ടത്. അതിന് ശേഷം ഷോൾഡറിൻ്റെ അവിടെ അര ഇഞ്ച് നമ്മൾ കൂട്ടിയിട്ട് കൊടുക്കും. അതുപോലെ കഴുത്തിൻ്റെ മാർക്ക് എന്ന് പറയുന്നത് കഴുത്തിൻ്റെ റൗണ്ട് ഡിവൈഡഡ് ബൈ 5. അതാണ് നമ്മുടെ കഴുത്തിൻ്റെ അളവ് വയ്ക്കുന്നത്. അത് ഈ കോളർ നെക്കായാലും ബോട്ട് നെക്കായാലും ഇതേ അളവ് തന്നെയാണ് വയ്ക്കുന്നത്. ഇതിൻ്റെ ചെസ്റ്റ് അളവ് 36 ഇഞ്ചാണ്. 36 പ്ലസ് 2 ഇഞ്ച് 38 ഇഞ്ച്. 38 ഇഞ്ചിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 9.5 കിട്ടും. അപ്പോൾ നമ്മൾ ഷോൾഡറിൻ്റെ അവിടെ 9.5 വെച്ചിട്ടുള്ളത്. ഇനി നമുക്ക് വയ്ക്കാനുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഷോൾഡറിൻ്റെ പകുതിയിൽ നിന്ന് അര ഇഞ്ച് കുറച്ച് വയ്ക്കുക. അതേ അളവ് താഴേക്കും വയ്ക്കുക. എന്നിട്ട് അവിടെ സ്ട്രെയിറ്റ് മാർക്ക് ചെയ്യുക. സ്ട്രെയിറ്റ് മാർക്ക് ചെയ്തതിന് ശേഷം കഴുത്തിൻ്റെ അളവ് ഞാൻ പറഞ്ഞു. ഇവിടെ 3/4 ഇഞ്ച് മൈനസ് ചെയ്യുക. എന്നിട്ട് കിട്ടുന്ന 1.5 ഇഞ്ച് ഷോൾഡർ ഡൗൺ ചെയ്യാൻ വേണ്ടി വരച്ച വരയിൽ വെച്ചിട്ട് ആം ഹോളിൻ്റെ പകുതിയിൽ മാർക്ക് ചെയ്യുക. എന്നിട്ട് അവിടെ ഒരു ബോക്സ് ക്രിയേറ്റ് ചെയ്യുക. ബോക്സ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്യുക. പിന്നെ ഷോൾഡറിൻ്റെ ഫുൾ ഷോൾഡർ വയ്ക്കുക. 15ൻ്റെ 7.5 ഇഞ്ചിൽ മാർക്ക് ചെയ്യുക. അവിടെ നമുക്ക് ചെസ്റ്റ് പോയിൻ്റ് അപ്പോൾ കിട്ടി. ആ ബോക്സിൽ ചെസ്റ്റ് പോയിൻ്റ് കിട്ടി. അവിടെ 38നെ ഡിവൈഡ് ചെയ്ത 9.5 ഇഞ്ച്, 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത 9.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. ജസ്റ്റ് നമുക്ക് അളവൊന്ന് വെച്ച് നോക്കാം. ആം ഹോൾ 18 ഇഞ്ചാണ്, 9 ഇഞ്ചാണ് നമുക്കവിടെ കിട്ടേണ്ടത്. അത് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ സെൻറ്റർ മാർക്ക് ചെയ്തതിന് ആം ഹോൾ ഫ്രഞ്ച് കർവ് ഉപയോഗിച്ച് മാർക്ക് ചെയ്യുക. അതിന് ശേഷം ഫുൾ ഷോൾഡറിലേക്ക് സെൻറ്ററിൽ നിന്ന്
ഷേപ്പ് മാർക്ക് ചെയ്യുക. ഇനി ചെയ്യാനുള്ളത് കഴുത്ത് ഡിവൈഡഡ് ബൈ 5 3 ഇഞ്ച് കിട്ടി. 3 ഇഞ്ചിൽ മാർക്ക് ചെയ്യുക. അവിടെ നിന്ന് നമ്മൾ ഷോൾഡർ ഡൗൺ ചെയ്യുക. ആ മാർക്കിൽ നിന്ന് 7.5 ഇഞ്ചിലേക്ക് വരച്ച മാർക്കിലേക്ക് സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക. നമുക്കൊന്നുകൂടി ചെക്ക് ചെയ്ത് നോക്കാം 9 ഇഞ്ച് കിട്ടുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത്. 9 ഇഞ്ച് കിട്ടുന്നുണ്ട്. കറക്റ്റായിട്ട് 9 ഇഞ്ച് കിട്ടിയിട്ടുണ്ട്. ഇതിന് എവിടെയും തയ്യൽ തുമ്പ് ഇട്ടിട്ടില്ല, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി വയ്ക്കാനുള്ളത് അരവണ്ണാണ്. വേസ്റ്റ് 30 ഇഞ്ചാണ്. 30 ഇഞ്ച് ഡിവൈഡഡ് ബൈ 4, അപ്പോൾ 7.5 ഇഞ്ച് കിട്ടും. അപ്പോൾ സെൻറ്റർ പോയിൻ്റിൽ നിന്ന് 7.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് 9.5 ഇഞ്ച് ചെസ്റ്റ് പോയിൻ്റിൽ നിന്ന് സ്ട്രെയിറ്റ് മാർക്ക് ചെയ്യുക. സ്ട്രെയിറ്റ് മാർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ബസ്റ്റ് പോയിൻ്റ് വെച്ചിട്ടുണ്ടല്ലോ, അവിടുത്തെ അളവാണ് ഇനി നമുക്ക് ശ്രദ്ധിക്കേണ്ടത്. ആ അളവ് ഫ്രണ്ടിനേക്കാൾ കുറവായിരിക്കും. 37 ഇഞ്ചാണ് നമ്മുടെ ബസ്റ്റ്. അവിടെ 8.5 ഇഞ്ച് ഉണ്ടാവുള്ളൂ. അപ്പോൾ 8.5 ഇഞ്ച് കഴിച്ച് 37 ഇഞ്ചിൻ്റെ പകുതി 18.5 ഇഞ്ച്. അപ്പോൾ ഫ്രണ്ട് വയ്ക്കേണ്ടത് 10 ഇഞ്ചും ബസ്റ്റ് പോയിൻ്റിൽ ഫ്രണ്ട് വരുന്നത് 10 ഇഞ്ചാണ്. ചെസ്റ്റിൽ വരുന്നത് 9.5 ഇഞ്ച് തന്നെ. അത് ഫ്രണ്ട് മാർക്ക് ചെയ്യുമ്പോൾ പറഞ്ഞു തരുന്നതാണ്. പിന്നെ നമുക്ക് ചെയ്യേണ്ടത് ബാക്കിൽ ടക്ക് പോയിൻറ്റിന് മാർക്ക് ചെയ്യണം. ടക്ക് പോയിൻ്റ് എന്ന് പറഞ്ഞാൽ സെൻറ്ററിൽ നിന്ന് നമുക്ക് വയ്ക്കേണ്ടത് ബസ്റ്റ് ഡിവൈഡഡ് ബൈ 10. അപ്പം 37നെ നമ്മൾ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 3.25 കിട്ടും. അപ്പോൾ 3.25 ഇഞ്ചാണ് നമ്മൾ ടക്ക് പോയിൻറ്റിൻ്റെ വിഡ്ത്ത് വെച്ചിട്ടുള്ളത്. ഇപ്പോൾ ബാക്കിൻ്റെ മാർക്കിങ് കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ ഈ മാർക്ക് ചെയ്തിട്ടുള്ളത് ബാക്ക് ടക്കില്ലാതെ തയ്ക്കുന്ന രൂപമാണ് ഇപ്പോൾ മാർക്ക് ചെയ്തിട്ടുള്ളത്. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക, എവിടെയും മാർജിൻ ഇട്ടിട്ടില്ല, തയ്യൽ തുമ്പ് എവിടെയും വെച്ചിട്ടില്ല. നമ്മൾ ഫസ്റ്റിൽ സ്ക്വയർ ബോക്സ് ഉണ്ടാക്കി ആ വരയിൽ കൂടെ കട്ട് ചെയ്തിട്ട് സെൻറ്റർ ക്ലിയർ ചെയ്യണം. ഇതാണ് ബാക്കിൻ്റെ കട്ടിങ് വരുന്നത്. ഇനി നമുക്ക് ടക്ക് വേണം എന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ മാർക്ക് ചെയ്ത ആ വരയിൽ കട്ട് ചെയ്യുക. അത് അടുത്ത കാണിച്ചു തരുന്നതാണ്. ഇത് ഫ്രണ്ടിന് ബോക്സ് ഫസ്റ്റിൽ നമ്മൾ സ്ക്വയർ ബോക്സ് മാർക്ക് ചെയ്തതാണ് ഒപ്പം വെച്ച് കട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ ബാക്കിൻ്റെയും ആ ഒരു ലൈനിൽ കൂടെ കട്ട് ചെയ്യണം. അതാണ് നമ്മുടെ സെൻറ്റർ പോയിൻ്റ് വരുന്നത്. ഫ്രണ്ടിൻ്റെ സെൻറ്ററും ബാക്കിൻ്റെ സെൻറ്ററും വരുന്ന ഭാഗമാണത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ബാക്കിന് മാർജിനൊന്നും വരുന്നില്ല സെൻറ്ററിൽ. അതുകൊണ്ട് നടു മടക്കിയിട്ട് സെൻറ്റർ പോയിൻ്റ് വെച്ചിട്ട് കട്ട് ചെയ്താൽ മതി. ഇനി
ഷോൾഡർ കുറയ്ക്കുന്നതാണ് നമുക്ക് കാണിക്കാനുള്ളത്. ഷോൾഡർ കുറയ്ക്കാൻ വേണ്ടി നമ്മൾ ബെസ്റ്റ് ടക്ക് പോയിൻ്റ് ബാക്കിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. ആ വരയിൽ കട്ട് ചെയ്യുക. എന്നിട്ട് മുകളിൽ നിന്ന് 2 ഇഞ്ച് താഴേക്ക് ഒരു ലൈൻ വരയ്ക്കുക. ഇതെന്തിനാണെന്ന് വെച്ചാൽ ഷോൾഡർ കുറയ്ക്കാൻ വേണ്ടിയാണ്. ഡീപ്പ് നെക്ക് ആയതുകൊണ്ട് ഇത് കഴുത്ത് 10 ഇഞ്ചാണ് ബാക്കിൽ വരുന്നത്. അപ്പോൾ ഡീപ്പ് നെക്ക് ആയതുകൊണ്ട് കഴുത്തിനെ കുറയ്ക്കാൻ വേണ്ടി ആണിത് ചെയ്യുന്നത്, ഷോൾഡറിനെ കുറയ്ക്കാൻ വേണ്ടി. അപ്പോൾ സെൻറ്ററിൽ മാർക്ക് ചെയ്ത് പ്രത്യേകം ശ്രദ്ധിക്കുക ഈ ഒരു അളവ് വയ്ക്കുന്നത്. മിക്കവാറും 2 ഇഞ്ചാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. നമ്മൾ ഈ 2 ഇഞ്ച് ഷോൾഡറിൻ്റെ അവിടെയാണ് കുറയ്ക്കാറുള്ളത്. അതിന് പകരം നമ്മൾ ഈ ടക്ക് പോയിൻ്റിൽ നിന്ന് 2 ഇഞ്ചിലേക്ക് വരച്ച വരയിൽ ഒരു മാർക്ക് അതിനെ മടക്കിയതിന് ശേഷം അതിനെ സ്ട്രെയിറ്റ് ചെയ്യുക. സ്ട്രെയിറ്റ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് ആണ് നമ്മുടെ ഷോൾഡറിൻ്റെ അളവ്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് അതിനെ മറിച്ച് വെച്ചിട്ട് താഴെ നിന്ന് മുകളിലേക്ക് സ്ട്രെയിറ്റ് വരയ്ക്കുക. അപ്പോൾ അത്രയും ഭാഗം കട്ട് ചെയ്ത് പോയാൽ, ഇത് നമ്മൾ റിഗാളിൽ നിന്നാണ് സാധാരണ കട്ട് ചെയ്യാറുണ്ടായിരുന്നത്. അതിന് പകരമാണ് സൈഡിൽ നിന്ന് സെൻറ്റർ പോയിന്റിൽ നിന്ന് കട്ട് ചെയ്യുന്നത്. രണ്ട് ഇഞ്ചാണ് നമ്മൾ ഷോൾഡർ എടുത്ത് വെച്ചിട്ടുള്ളത്. 10 ഇഞ്ച് കഴുത്തിന് മാർക്ക് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ആ വെട്ടിട്ട ഭാഗത്ത് ഒരു ഗ്യാപ്പ് വന്നിട്ടുണ്ട്. ആ ഗ്യാപ്പാണ് നമുക്ക് ബാക്കിൽ ടക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ അളവാണ് ടക്ക് കൊടുക്കേണ്ടത്. ആ ടക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ നമുക്കതിനെ വീണ്ടും സെൻറ്റർ പോയിന്റിൽ നിന്ന് 7.5 ഇഞ്ച് മാർക്ക് ചെയ്ത് മുകളിൽ നിന്ന് 7.5 ഇഞ്ചിലേക്ക് മാർക്ക് ചെയ്യണം. ഇത് 10 ഇഞ്ച് ലെങ്ത്ത്, 3.5 ഇഞ്ച് താഴെ വൈഡ് വെച്ചു, ഷോൾഡർ കൊടുത്ത് 2 ഇഞ്ച് വെച്ചു. അതിന് ശേഷം നമ്മൾ ആ കർവ് സ്കെയിൽ ഉപയോഗിച്ചിട്ട് കഴുത്ത് മാർക്ക് ചെയ്തു. ഇനി അതിൻ്റെ കഴുത്ത് റൗണ്ട് മാർക്ക് ചെയ്യുന്നു. ഫ്രഞ്ച് കർവ് ഉപയോഗിച്ച് അതിൻ്റെ റൗണ്ട് മാർക്ക് ചെയ്യുന്നു. സ്കിപ്പ് ചെയ്യാതെ കാണണം എന്ന് പ്രത്യേകം പറയുന്നതിൻ്റെ കാര്യം ഇതാണ്. പല ഭാഗത്തും പല ട്രിക്കുകളും ഉണ്ട്. ഇങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വിചാരിച്ചാൽ, പല ബ്ലൗസിനും ബാക്ക് സൈഡിൽ ചുളിവ് വരാറുണ്ട്. അതുപോലെ ഫ്രണ്ടിലും ചുളിവ് വരാറുണ്ട്. ഫ്രണ്ടിലെ റിഗാൾ ടക്കിൻ്റെ അവിടെ ചുളിവ് വരാറുണ്ട്. ബാക്കിലും റിഗാളിൽ ചുളിവ് വരാറുണ്ട്. അതില്ലാതിരിക്കാനാണ് നമ്മൾ ഈ രൂപത്തിൽ ഈ മെത്തേഡ് ഉപയോഗിക്കുന്നത്. ഇതിപ്പോൾ ആ ടക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്കിതിൽ ഒന്നും ചെയ്യാനില്ല. ഇത് വെച്ചിട്ട് മാർക്ക് ചെയ്താൽ മാത്രം മതി. ടക്ക് വേണ്ടെങ്കിൽ നമ്മൾ 7.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് അവിടുന്ന് ചെസ്റ്റ് പോയിന്റിലേക്ക് വീണ്ടും മാർക്ക് ചെയ്യണം. ഇനി നമുക്ക് ചെയ്യാനുള്ളത് കഴുത്തിൻ്റെ ഭാഗത്ത് ഷോൾഡറിൻ്റെ അവിടെ നമുക്കിപ്പോൾ ആ കോണായിട്ട് നിൽക്കുന്ന ആ പീസ് ഉണ്ടല്ലോ, അത് കട്ട് ചെയ്യണം.
അത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ സ്ട്രെയിറ്റ് ആവും. അപ്പോൾ ബാക്ക് വയ്ക്കുമ്പോൾ തുണി സെൻറ്റർ മടക്കിയിട്ടിട്ട് ആ സെൻറ്റർ പോയിൻറ്റിൽ ഇതിൻ്റെ സെൻറ്റർ പോയിൻ്റ് വെച്ചിട്ട് മാർക്ക് ചെയ്യുക. മാർക്ക് ചെയ്തതിന് ശേഷം മാർജിൻ ഇട്ട് അതിനെ കട്ട് ചെയ്യുക. അതായത് 1/2 ഇഞ്ച് മുകൾ വശത്തും 1/2 ഇഞ്ച് താഴെയും മാർജിൻ കൊടുക്കണം. സെൻറ്റർ പോയിൻറ്റിൽ മാർജിൻ്റെ ആവശ്യമില്ല. അതുപോലെ സൈഡിൽ 1/2 ഇഞ്ച് 1.25 ഇഞ്ചോ മാർജിൻ ഇടണം. അപ്പോൾ അധികം നിന്നിരുന്ന ആ കോണ് കട്ട് ചെയ്തു. ഇനി നമുക്ക് കഴുത്ത് കട്ട് ചെയ്യാം. 2 ഇഞ്ചാണ് ഷോൾഡർ കൊടുത്ത് വെച്ചിട്ടുള്ളത്. ഈ മടക്കുന്നത് നമുക്ക് ടക്ക് വേണ്ടാത്തത് കൊണ്ട് ടക്കില്ലാത്ത അരവണ്ണത്തിൻ്റെ അളവിലേക്കാണ് നേരത്തെ വരച്ച വരയിൽ മടക്കിയിട്ടുള്ളത്. അപ്പം എങ്ങനെയാണ് വരിക? ആ ടക്ക് അവിടെ ഇടണ്ട. ആ ടക്ക് അങ്ങനെ ഓപ്പണായിട്ട് തന്നെ കിടന്നോട്ടെ. ടക്ക് വേണമെങ്കിൽ മാത്രം അങ്ങനെ വെച്ചാൽ മതി. ഇനി ചെയ്യേണ്ടത് ഫ്രണ്ടും ബാക്കും കഴുത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് റിഗാളിൻ്റെ ഷോൾഡറിൽ വി ഷേപ്പ് ഇല്ലാതെ സ്ട്രെയിറ്റ് ഷേപ്പ് കിട്ടും. അതാണ് നമ്മുടെ കൈക്കുഴിയുടെ മെയിൻ ഭാഗം. അവിടെ ഫ്രണ്ടിൽ നിന്ന് ബാക്കിലേക്ക് കറക്റ്റായിട്ട് ആ സ്ട്രെയിറ്റ് ലൈൻ കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്കറിയുന്നുണ്ടെങ്കിൽ ആ ഫ്രഞ്ച് സ്കെയിൽ വെച്ച് കഴിഞ്ഞാൽ അറിയാം അവിടെ വി ഷേപ്പ് വന്നിട്ടില്ല. ഷോൾഡറിൻ്റെ അവിടെ വി ഷേപ്പ് വരുമ്പോൾ ഷോൾഡർ പൊള്ളയ്ക്കും. അതില്ലാതിരിക്കാനാണ് അങ്ങനെ കൊടുക്കുന്നത്. അതുപോലെ കഴുത്തും പൊള്ളയ്ക്കും. ഇതിപ്പോൾ സ്ട്രെയിറ്റ് ആയിട്ട് നമ്മുടെ ഷോൾഡറിൽ ഒട്ടിക്കിടക്കും. കഴുത്തിലും വി ഷേപ്പ് വരരുത്, ഷോൾഡറിൻ്റെ എൻഡിലും വി ഷേപ്പ് വരരുത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് മനസ്സിലാവാൻ വേണ്ടി രണ്ടാമത് വീണ്ടും മാർക്ക് ചെയ്ത് കാണിക്കുന്നതാണ്. 2 ഇഞ്ച് ഷോൾഡർ കൊടുത്ത് ഫ്രണ്ടിലും ബാക്കിലും